പിന്നെ ഞങ്ങൾ അവിടുന്ന് അധികം സമയം ചുറ്റിത്തിരിയാൻ സമയം കിട്ടിയില്ല ലൗഞ്ചിൽ. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടല്ലേ എത്തിയത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. ഇറ്റ്സ് ലൈക്ക് അപ്പോഴൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആണല്ലോ, നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ എത്തുന്നവരെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. Smoking is prohibited on all Air Asia flights. Thank you. This is an important announcement. In case of loss of cabin pressure, you must remove your face mask before using. Hand luggage in the overhead compartments. All belongings Is strong, bringing along over 300 grams of gold jewelry or ornamental gold. Having അങ്ങനെ ബോർഡ് ചെയ്ത് ഞങ്ങളുടെ സീറ്റിൽ പോയിരുന്നു. ഞങ്ങൾ 18 ആയിരുന്നു കേട്ടോ. 18A B ആയിരുന്നു. ഞാൻ ആക്ച്വലി വിൻഡോ സീറ്റിലാണ് യൂഷ്വലി ഇരിക്കാറ്. പക്ഷേ പ്രശ്നം വിൻഡോ സീറ്റിലല്ല, ഞാൻ തൊട്ടപ്പുറത്തായിരുന്നു. ബിക്കോസ് അതിൻ്റെ അപ്പുറത്തൊരു പെൺകുട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇപ്പുറത്തിരുന്ന് ഇച്ച വിൻഡോ സീറ്റിലിരുന്നു. ഇച്ചയ്ക്കാണെങ്കിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് അവന് ഇച്ചിരി ഹൈറ്റുള്ള കാരണം അവൻ്റെ കാലിങ്ങനെ ടച്ച് ചെയ്യും. അപ്പോൾ ഈ ഹൈറ്റുള്ള ആൾക്കാർ 6ന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ എയർപ്ലെയിനിൽ ഇരിക്കാൻ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും എമർജൻസി എക്സിറ്റ്സ് എടുക്കണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എക്സ്ട്രാ ലെഗ് റൂം സീറ്റ്സ് എടുക്കണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ബിസിനസ് ക്ലാസ് ഒക്കെ എടുക്കാം, പ്രശ്നമില്ല. അങ്ങനെ പക്ഷെ ഞാൻ ഇച്ചയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് വെക്കാതിരിക്കാൻ വേണ്ട, നമ്മൾ ബേബീസ് ഉണ്ടെങ്കിൽ എമർജൻസി സീറ്റ് കിട്ടില്ല. 15+ എമർജൻസി എക്സിറ്റ് സീറ്റ് കിട്ടുള്ളൂ. പിന്നെ എമർജൻസി എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ ആൾസോ നമ്മൾ 1500 എന്തോ എക്സ്ട്രാ കൊടുക്കണം. സോ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് എനിവേ പോകുന്ന സമയത്ത് അവൻ എടുത്തില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ അവന് ബുദ്ധിമുട്ടുണ്ട് അവനോട് പറഞ്ഞിടാം നീ എടുത്തോ തിരിച്ചു വരുമ്പോൾ, ബിക്കോസ് അവന് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ തൊട്ടപ്പുറത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും ഒരു കണ്ടപ്പോഴേ എൻ്റെ അച്ഛനും അമ്മേനെയും ഓർമ്മ വന്നു. ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു തവണ കല്യാണത്തിനൊക്കെ മുന്നേ തായ്ലൻഡിൽ പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ അവളേനെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മ ഇങ്ങനെ എല്ലാം ഓക്കെ അല്ലേ അവളുടെ അമ്മ കേട്ടോ ഓക്കെ അല്ലേ നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ മേടിക്കുമ്പോൾ അവളോട് ചോദിച്ചു, ആ ഒരു കെയറിങ് ഇല്ലേ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ മിസ് ചെയ്തു കേട്ടോ. അപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുറേ സാധനങ്ങൾ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. നമുക്കൊന്നും അറിയണ്ടല്ലോ. ഞാൻ അന്ന് ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ടിക്കറ്റ് എടുക്കേണ്ട കാര്യവും പിന്നെ ഐറ്റിനറി പ്ലാൻ ചെയ്യുന്ന കാര്യം ഒക്കെ അച്ഛനാണ് ചെയ്തത്. അങ്ങനെ അച്ഛൻ എവിടെയെങ്കിലും ഈ ഫ്ലൈറ്റിൽ കയറാൻ പറയുമ്പോൾ ആ ഫ്ലൈറ്റിൽ കയറും. എവിടെയെങ്കിലും പോകണമെങ്കിൽ അച്ഛൻ്റെ പുറകെ പോകും. അതാണല്ലോ, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ.